ഇതാണ് പ്രശ്നം. ജനറൽ ലൈസൻസ് 133 എന്ന് പറയുന്നത് ഈ വരുന്ന വഴിയിലുള്ള സ്ഥലങ്ങളിലേക്ക് ഡോക്ക് ചെയ്യുന്നതിനുള്ള അതാണല്ലോ ശ്രീ ശ്രീജിത്ത് സാങ്കേതികമായി ഇതിനെ എങ്ങനെ ന്യായീകരിക്കാം? യാഥാർത്ഥ്യം എവിടെയാണ് എന്നത് വ്യക്തവുമാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ശ്രീവിനു, അത് ആംപ്ലിഫൈ ചെയ്യരുത്. അത് കോൺഗ്രസിന്റെ വിവരക്കേടാണ്. അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ഏത് നിലയ്ക്കുള്ളതാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ പറഞ്ഞാൽ വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള എന്നാൽ വളരെ സിവിൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. അതല്ലാതെ ഡാഷ്മോനെ രേവന്ത എന്നതുപോലെ പ്രതികരിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിയില്ല. എൻ.കെ. പ്രേമേന്ദ്രൻ, ഏറ്റവും ഒടുവിൽ നരകക്കുഴി പരാമർശമാണ്. മൈക്കിൾ സാവിജിന്റെ അധിക്ഷേപം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കിട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഇത് വളരെ ബോധപൂർവമായ അധിക്ഷേപമാണോ അതോ അമേരിക്കയിലെ രാഷ്ട്രീയത്തിന് കൂടുതൽ എരിവ് പകരാനുള്ള ശ്രമം മാത്രമാണോ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇവിടെയാണ് 1971 രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി നമ്മൾ തുലനം ചെയ്യുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലേക്ക് കടന്നു വരുന്ന 7ാം നാവികപ്പടയും ആ പതാക വഹിച്ചുകൊണ്ടുള്ള നാവികപ്പടയും അതിലെ സൈനികരും ഇവിടെ നിന്ന് തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ആർജവത്തോടുകൂടി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ശ്രീ പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1971 ഇന്ദിരാഗാന്ധിയും ഹെൻറി കിസിഞ്ചറും തമ്മിലുള്ള ഒരു സംഭാഷണം. സത്യത്തിൽ അതൊരു ഇന്റർനെറ്റ് ഹോക്സ് ആണ് എന്ന് ശ്രീ പ്രേമചന്ദ്രൻ മനസ്സിലാക്കേണ്ടതുണ്ട്. രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രത്തിലും ഒരു ഹിസ്റ്റോറിയന്റെ ഒരു പുസ്തകത്തിലും അങ്ങനത്തെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ വൺ ലൈനർ ഇന്ദിരാഗാന്ധി പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് നിങ്ങൾ 7th ഫ്ലൈറ്റ് വേണമെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്നോളൂ, പക്ഷെ അത് തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഇന്ദിരാഗാന്ധിയുടെ ഒരു സംഭാഷണത്തിലും ഉണ്ടായിട്ടില്ല. അതിന് യാതൊരു വിധത്തിലുള്ള റെക്കോർഡ്സും ഇല്ല. അത് കംപ്ലീറ്റ്ലി ഒരു ഇന്റർനെറ്റ് ഹോക്സ് ആണ്. അതുമായി ബന്ധപ്പെട്ട് പഴയ പുസ്തകങ്ങളാണെങ്കിലും ഏറ്റവും അടുത്ത കാലത്ത് 1971 ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീനാഥ് രാഘവന്റെ പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിലടക്കം അതിൽ ഒരിടത്തും അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരാൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയണം എന്ന് തോന്നി. തന്നെയുമല്ല, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. ഇന്ദിരാഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ടാസ്ക് ഫോഴ്സ് 74 എന്ന പേരിലുള്ള 7th ഫ്ലീറ്റിന്റെ ഭാഗമായിട്ടുള്ള USS എന്റർപ്രൈസ് എന്നുള്ള കപ്പൽ ബേ ഓഫ് ബംഗാളിൽ ഡിസംബർ മാസം 1971 ഇതേ റിച്ചാർഡ് നിക്സണും ഇതേ ഹെൻറി കിസിഞ്ചറും കൂടി എത്തിച്ചിരുന്നു, ഡിപ്ലോയ് ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ആ മാസം ഇന്ദിരാഗാന്ധി കിസിഞ്ചർക്ക് അയച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് അയച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ ഈ ഭാഷയോ ഈ ഹോളിവുഡ് വൺലൈനറിന് പറ്റുന്ന രീതിയിലേക്കുള്ള പ്രതികരണമോ ഇല്ല. അതെന്ന് പറഞ്ഞിട്ട് അമേരിക്കയോട് നമ്മൾ അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ ടൈപ്പിലുള്ള ഹോളിവുഡ് വൺലൈനേഴ്സ് ഉണ്ടായിട്ടില്ല. അത് ചരിത്രപരമായി തെറ്റാണ്. അതൊരു ഇന്റർനെറ്റ് ഹോക്സ് ആണ്. ട്രംപിന്റെ ഈ മൈക്കൽ സാവേജിന്റെ പ്രസ്താവനയെ, എൻഡോഴ്സ്മെന്റിനെ, അതിനെ തള്ളി പറയുന്നതിനോടൊപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ഏത് നിലയ്ക്കുള്ളതാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ പറഞ്ഞാൽ വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള എന്നാൽ വളരെ സിവിൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. അതല്ലാതെ ഡാഷ്മോനെ രേവന്ത എന്നതുപോലെ പ്രതികരിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിയില്ല. ചൈനയുടെ പ്രതികരണം എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയും ചൈനയും പോലെയുള്ള നരകക്കുഴികൾ അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് നരകക്കുഴികൾ എന്നുള്ള ഒരു പ്രസ്താവന വരുന്ന സമയത്ത് ചൈനയുടെ റെസ്പോൺസ് എവിടെ വന്നിരിക്കുന്നത്? എവിടെ ആരാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ചൈന പോലും വളരെ ടാക്ടിക്കലായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യ അതിശക്തമായ രീതിയിലേക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആനിമേറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണോ? നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഡാഷ്മോനെ രേവന്ത ടൈപ്പ് റെസ്പോൺസ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ശരിക്കും അങ്ങനെയാണോ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഓയിൽ അതിന്റെ അളവ് വളരെ പെട്ടെന്ന് കുറഞ്ഞത്? അത് കണക്കുകളാണല്ലോ. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഒരിക്കൽ ഈ US-ന്റെ ഉപരോധം ഉണ്ടാകും എന്ന ഘട്ടം വന്നപ്പോൾ നമ്മൾ ആ വാങ്ങൽ കുറച്ചത് കണക്കുകളിലൂടെ വെളിവായതല്ലേ? വാങ്ങി കുറഞ്ഞ വിലയിൽ റഷ്യ നമുക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ അത് വളരെ പെട്ടെന്ന് നിർത്തി, അളവ് വളരെ കുറഞ്ഞു. 1.5 മുതൽ ഏതാണ്ട് 2.5 വരെയുള്ള മില്യൺ ബാരൽസ് പെർ ഡേ നമ്മൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അതിന്റെ കണക്ക് പുറത്തു വന്നല്ലോ. അങ്ങനെയൊക്കെ വഴിയില്ല.
ആ കണക്ക് പുറത്തു വന്നിരുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ദേശീയ മാധ്യമങ്ങളും പുറത്തു വിട്ടിരുന്നതാണല്ലോ. അല്ല, ദേശീയ അതായത് മാധ്യമത്തിൽ അമേരിക്കയുടെ ഒരുപാട് കണക്കുകൾ വന്നിട്ടുണ്ട്. അല്ലത് ഇത് മന്ത്രാലയം കൊടുക്കുന്ന വാങ്ങിയിരുന്ന കണക്കല്ലേ? സ്വകാര്യ റിഫൈനറികൾ അടക്കം അതിന്റെ അളവ് കുറച്ചത്. അപ്പോൾ ശ്രീജിത്തിന്റെ വാദത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നേ ഇല്ല. അല്ല, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത്. വാങ്ങിയിരുന്ന അതേ അളവിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കൊണ്ടേയിരുന്നു എന്നാണോ? 1.6 മുതൽ 2.6 മില്യൺ ബാരൽസ് പെർ ഡേ എല്ലാ മാസവും നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ കണക്ക് വെച്ച് പ്രൂവ് ചെയ്യും, തെറ്റാണെന്ന് പറയും. കണക്ക് വെച്ച് പ്രൂവ് ചെയ്യും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? കഴിഞ്ഞ മാസത്തെ 2.6 എന്തോ ആണ്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് 2.2 ആണ്. അതിന് മുമ്പ് 1.6 മറ്റോ ആണ്, 1.02 അങ്ങനെ എന്തോ ആണ്. കണക്കുകൾ അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ലല്ലോ. റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ അളവിൽ എണ്ണ വാങ്ങി തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ അത് ഒരു തടസ്സവും ഇല്ലാതെ തുടരുന്നുണ്ട്. റഷ്യയുടെ പ്രതികരണം നോക്കൂ. ഞങ്ങൾ ഇന്നേ വരെ ഇന്ത്യ ഞങ്ങളോട് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നേ വരെ ഇന്ത്യ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് റഷ്യയുടെ മന്ത്രിയല്ലേ പറഞ്ഞു, ഫോറിൻ മിനിസ്റ്റർ അല്ലേ പറഞ്ഞു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററിന്റെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അമേരിക്ക ഇടപെട്ടതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ന്യൂഡൽഹിയിൽ നിന്ന് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും ഞങ്ങൾക്ക് മോസ്കോയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളെ ഒക്കെ നമ്മൾ വിട്ടേക്കൂ. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ പിന്നെ അത് എവിടെ നിന്നാണ് വരിക? ഞാൻ പറഞ്ഞത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എനർജി സെക്യൂരിറ്റി പിന്നെ വന്നത് ഇന്ത്യൻ പാർലമെന്റിൽ അടക്കം ഉയർന്ന ഈ ആരോപണങ്ങൾ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെട്ട മന്ത്രാലയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇത്തരത്തിൽ പാർലമെന്റിൽ സ്റ്റേറ്റ്മെന്റ് വെച്ചു? ആ സ്റ്റേറ്റ്മെന്റിൽ ഒന്നും തന്നെ ഇത്തരത്തിലൊരു ന്യായീകരണമോ ഇത്തരത്തിൽ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷനോ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇന്നേ വരെ ഉണ്ടാകാത്തത് എന്ന് സംശയം കൂടി ദൂരീകരിച്ചാൽ നന്നായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ലാവ്റോവ്, താങ്കൾക്കറിയാമല്ലോ, അദ്ദേഹമാണ് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ. ഫെബ്രുവരി 11, 2026 അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റഷ്യയിലെ ഡ്യൂമയിലാണ്, അറിയാമല്ലോ, അവരുടെ പാർലമെന്റ് ആണ്. പറഞ്ഞിരിക്കുന്നത്, യു മെൻഷൻ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഡൊണാൾഡ് ട്രംപ് അനൗൺസ്ഡ് ഇന്ത്യസ് എഗ്രിമെന്റ് ദാറ്റ് no longer purchase Russian oil. I have not heard such a statement from anyone else, including Prime Minister Narendra Modi and other Indian leaders. Except US President Donald Trump, nobody else has declared that India will stop buying Russian oil. ഇത് ലാവ്റോവിന്റെ പ്രസ്താവനയാണ്, ഡ്യൂമയിലുള്ള പ്രസ്താവനയാണ്, എന്റെ പ്രസ്താവനയല്ല, നരേന്ദ്രമോദിയുടെ BJPയുടെ പ്രസ്താവനയല്ല. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഈ ഫെബ്രുവരി മാസം വരെ നോക്കിക്കഴിഞ്ഞാൽ 20 മുതൽ ഏതാണ്ട് 34% വരെ വേരിയിങ് ആണ്. അത് കുറഞ്ഞിട്ടുണ്ട്. 3 കുറവ് വന്നുവെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ പറയുന്ന കണക്കുകൾ കയ്യിലില്ല, ആധികാരിക രേഖയെ നമുക്ക് തീർച്ചയായും കഴിഞ്ഞ ജൂണിൽ പോലും 40%. കഴിഞ്ഞ ജൂണിൽ പോലും 40%. അതായത് 3-1 ഇറക്കുമതി കുറഞ്ഞുവെന്നാണ് ഞാനീ പറഞ്ഞ വളരെ ക്രെഡിബിളായ മാധ്യമങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ പറയുന്നത്. അതല്ല, ഒരു വ്യത്യാസവും ഇല്ലാതെ നിർബാധം തുടർന്നുവെന്നാണ് ശ്രീജിത്തിന്റെ വാദമെങ്കിൽ അത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല. എല്ലാ കാലവും നമ്മൾ ഒരേ എമൗണ്ട് ആണ് എല്ലാ മാസവും വാങ്ങുക എന്നുള്ളതല്ല നമ്മുടെ ഡീല്. നമ്മൾ മറ്റുള്ള 40 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്, 41 രാജ്യങ്ങളിൽ നിന്ന്. എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചത്? റഷ്യയുടെ എണ്ണയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നപ്പോൾ മറ്റ് രാജ്യങ്ങൾ വാങ്ങാതിരിക്കുന്നു. നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് അവരത് നൽകാമെന്ന് പറയുന്നു. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? എന്റെ ചോദ്യം, അമേരിക്കയുടെ താല്പര്യം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങണമെന്നാണോ വാങ്ങുന്നത് കുറയ്ക്കണമെന്നാണോ? വാങ്ങണമെന്നാണോ, അല്ല സോറി, വാങ്ങരുതെന്നാണോ പറയുന്നത്? വാങ്ങുന്നത് കുറയ്ക്കണമെന്നാണോ പറയുന്നത്? വാങ്ങണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം, വാങ്ങുന്നത് കുറയ്ക്കണം എന്നതായിരുന്നു ലക്ഷ്യം. റഷ്യയിൽ നിന്ന് വാങ്ങരുതെന്നാണ് പറയുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങരുത് എന്നാണ് പറയുന്നത്. ഇന്ത്യ വാങ്ങുന്നുണ്ട്. താരിഫ് വന്നപ്പോഴല്ല സിനാറിയോ മാറിയത്. അല്ല, എല്ലാ സമയത്തും യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യയുടെ പണമാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് യുക്രൈൻ യുദ്ധം തുടങ്ങുന്ന സമയം മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. വാങ്ങുന്നത് കുറയ്ക്കാനല്ല പറയുന്നത്, ഡു നോട്ട് ബൈ റഷ്യൻ ഓയിൽ. അതാണ് ഇന്ത്യ. വാങ്ങുന്നത് കുറഞ്ഞത് എങ്ങനെയാണ്? ഇന്ത്യ 41 രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ സൗദി അറേബ്യ ശരിയാണ്, പക്ഷേ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് കൂടിയത് എങ്ങനെയാണ്, എന്നുള്ളതാണല്ലോ ചോദ്യം. മന്ത്രി പറയുന്നത് പ്രസക്തമാകുന്നത്. സെർജി ലാവ്റോവ് പറയുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. ഔദ്യോഗികമായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇന്ത്യയിലെ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടബിലിറ്റിയോട് കൂടി പറയല്ലേ? അല്ലെ, അപ്പൊ അദ്ദേഹം അമേരിക്കയെ പേടിച്ചിട്ടാണോ? സെർജി ലാവ്റോവിനെ അമേരിക്കയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയെ പേടിക്കേണ്ടത് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെ നമ്മുടെ മുന്നിലുള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഈ സമയത്ത് കൂടിയില്ലേ? എന്തുകൊണ്ടാണ് കൂടിയത്? എന്തുകൊണ്ടാണ് കൂടിയത്? എന്തുകൊണ്ടാണ് കൂടിയത്? എന്തുകൊണ്ടാണ് കൂടിയത്? ആർക്ക്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ജനറൽ ലൈസൻസ് 130
ഇതാണ് പ്രശ്നം. ജനറൽ ലൈസൻസ് 133 എന്ന് പറയുന്നത് ഈ വരുന്ന വഴിയിലുള്ള സ്ഥലങ്ങളിലേക്ക് ഡോക്ക് ചെയ്യുന്നതിനുള്ള permission അതാണല്ലോ എന്നുള്ളതാണ്. ശ്രീ ശ്രീജിത്ത്, അതല്ലേ സാങ്കേതികമായി ശ്രീ ഇതിനെ എങ്ങനെ ന്യായീകരിക്കാം? എങ്ങനെ? യാഥാർത്ഥ്യം ശ്രീവിനു, എവിടെയാണ് എന്ത് എന്നത് വിവരക്കേടാണ് ശ്രീവിനു ആ വ്യക്തവുമാണ്. പറയുന്നത്? അത് സമയമില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. വിവരക്കേടാണ് ശ്രീവിനു. അത് ആംപ്ലിഫൈ ചെയ്യരുത്. അത് കോൺഗ്രസിന്റെ വിവരക്കേടാണ്. കാരണം ഇന്ത്യ ഇത് വാങ്ങുന്നുണ്ട്. ഈ റിലാക്സേഷൻ കൊണ്ടുവരുന്നതിന് മുമ്പും ഇന്ത്യ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അന്ന് ബാനാണെന്ന്. ഈ അളവ് കുറഞ്ഞതിന്റെ കണക്കുകളാണല്ലോ പ്രധാനം. നവംബറിന് മുമ്പുണ്ടായിരുന്ന അളവും അതിനുശേഷം ഉണ്ടായിരുന്ന അളവും ഏറ്റവും ഒടുവിൽ ഈ ഉപരോധത്തിലുള്ള ഇളവ് എന്ന് വ്യാഖ്യാനിക്കുന്ന സംഭവങ്ങൾക്ക് ശേഷം ഉള്ള അളവും ഒക്കെയാണല്ലോ പ്രധാനം. ഈ സമയം മുന്നോട്ട് പോകാൻ തീർത്തുമില്ലാത്തതുകൊണ്ടാണ് ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?